ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ മൺഡേ ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. മൊമെൻറ്റം എനിക്ക് തിരിച്ചൊരു ക്രാഷ് വരുമോ ഇല്ലയോ എന്ന് ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു. കാരണം ഒരു -300 അടുപ്പിച്ചായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത്യാവശ്യം റിക്കവറി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു റിക്കവറിയിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട, കൺസിഡർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്നായപ്പോഴത്തേനും ഇത്രയും നേരം നോക്കിയിട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസമായി ട്രേഡ് എടുത്തിട്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഏകദേശം ലോസിലാണ്. ഒരു കുറച്ച് ഇമ്പൾസീവായിട്ട് എടുത്ത ഒരു ട്രേഡാണ്. ഈ ട്രേഡ് ജയിക്കാനുള്ള ചാൻസ് പ്രോബബിലിറ്റി ചെറുതായിട്ട് കുറവാണ്. ഞാൻ ഒരു ഷോർട്ട് പൊസിഷനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ഒരു മാർക്കിംഗ് വരെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ടാർഗറ്റ് ഞാൻ ഏകദേശം ഈ ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 3:1 എന്ന റേഞ്ചിലാണ് എൻ്റെ ഒരു ട്രേഡ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചിങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രീമിയത്തിൻ്റെ വാല്യൂവിൽ അങ്ങനെ വലിയ മാറ്റം വരുന്നില്ല മേജറായിട്ടുള്ള. എന്തായാലും നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ്. കുറച്ച് ഇമ്പൾസീവായിട്ട് എടുത്തൊരു ട്രേഡായിരുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവുന്നതാണ്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷനിൽ നിന്ന് ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ മൂന്നാമത്തെ ഇതിൽ നല്ല ക്ലിയർ ബ്രേക്കൗട്ട് വരും എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ആ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് പിന്നെയും പോകുന്നതാണ് കാണുന്നത്. എന്തിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നല്ല ബ്രേക്കൗട്ട് കിട്ടി അത്യാവശ്യം പോസിറ്റീവ് മൊമെൻറ്റം തന്നെ കാണിക്കും. ഞാൻ വിചാരിച്ചു ഈ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് നടത്തി ഈ ഒരു ലെവൽ വരെ എത്തിയിട്ട് തിരിച്ച് കയറൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുമ്പേ തന്നെ നല്ലൊരു മൊമെൻറ്റം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നും നമ്മളൊരു ലോസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 484 ചെറിയൊരു ലോസ് മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ആദ്യമേ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു റിവേഴ്സിൽ കണ്ടപ്പോൾ ഞാൻ എവിടെയാണ് ഹോൾഡ് ചെയ്തിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് താഴോട്ട് വരുന്നതും ഈ ഒരു ടൈമിൽ ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സെല്ലിങ് വരും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലും കാണും എന്ന് വിചാരിച്ചു. പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നേരെ റിവേഴ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.